നൽകുവാനുള്ള 2 S-400 വ്യോമ പ്രതിരോധ സംവിധാനം 2026 കൈമാറുമെന്ന് റഷ്യ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിലെ നിർണായക ഘടകമാണ് S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ പങ്കാളിത്തത്തിന്റെ ഒരു പ്രധാന കരാറിന്റെ ഭാഗമാണ് ഈ അത്യാധുനിക സംവിധാനം. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിൽ S-400 ഉപയോഗിച്ച് നിരവധി പാക് ഡ്രോണുകളെയും മിസൈലുകളെയും വിജയകരമായി ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു. ഇന്ത്യയിലെ റഷ്യൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ റോമൻ ബാബുഷ്കിനാണ് ഇത് സ്ഥിരീകരിച്ചത്. ഇന്ത്യക്ക് ബാക്കിയുള്ള ലഭിക്കാനുള്ള 2 യൂണിറ്റുകൾ 2026 എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്നും കരാർ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തെ ചെറുക്കാൻ ഇന്ത്യ ഉപയോഗിക്കുന്ന S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ലോകത്തിലെ ഏറ്റവും മാരകമായ സർഫസ് ടു എയർ മിസൈൽ വേദ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. S-400 ട്രയംഫ് സിസ്റ്റത്തെ ഇന്ത്യ സുദർശൻ ചക്ര എന്നാണ് വിളിക്കുന്നത്. പുരാണത്തിലെ മഹാവിഷ്ണുവിൻ്റെ ആയുധത്തിൻ്റെ പേരിലാണ് ഈ അഡ്വാൻസ്ഡ് പ്രതിരോധ സംവിധാനത്തിന് പേരിട്ടിരിക്കുന്നത്. അൽമാസ് ആൻഡെ വികസിപ്പിച്ചെടുത്ത റഷ്യൻ നിർമ്മിത ദീർഘദൂര ഉപരിതല വിമാന മിസൈൽ സംവിധാനമാണ് S-400. വളരെ വേഗം തന്നെ 400 കിലോമീറ്റർ അകലെയുള്ള വ്യോമ ഭീഷണികളെ നേരിടാനും 600 കിലോമീറ്റർ വരെ ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനും ഇതിന് കഴിയും. ലോകത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം. S-400 മിസൈൽ സംവിധാനം റഷ്യയിൽ നിന്ന് ആദ്യം സ്വന്തമാക്കിയ രാജ്യം ചൈനയാണ്. S-400 സംവിധാനത്തിൻ്റെ 5 സ്ക്വാഡ്രണുകൾക്കായാണ് 2018 റഷ്യയുമായി ഇന്ത്യ $5.43 ബില്യൺ കരാർ ഒപ്പിട്ടത്. ഇതുവരെ 3 സ്ക്വാഡ്രണുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്.